ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിയൂട്ടനായിട്ട് ഈ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു മോർണിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും വിയൂട്ടൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്നും ഉള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ന്യൂ മോംസിനൊക്കെ ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. വിയൂട്ടൻ നൈറ്റ് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുവേ. അത് കഴിഞ്ഞിട്ട് അവനൊരു 3-3:30 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പം ഞാൻ ഫീഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് തന്നെ കിടത്തും. മോർണിംഗ് ടൈമിൽ ബേസിനെറ്റിലും നൈറ്റ് എൻ്റെ അടുത്തുമാണ് അവനെ കിടത്തുന്നത് കേട്ടോ. മാത്രമല്ല കുഞ്ഞടുത്ത ആളുള്ളപ്പം അങ്ങനെ അങ്ങ് ഉറങ്ങി അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ട് എണീക്കത്തില്ല. നമ്മുടെ ചൂട് പറ്റി അങ്ങ് കിടന്നോളും. വെളുപ്പിന് 3 മണി 3:30 അല്ലെങ്കിൽ 4 മണി ആ ഒരു ടൈമിൽ ഫീഡിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 o'clock അല്ലെങ്കിൽ 6:30 ആ ഒരു ടൈമിലാണ് കുഞ്ഞ് എണീക്കുന്നത്. ഇപ്പം രാവിലെ 6:30 ആയിട്ടുണ്ട്. 6:30 ഒക്കെ ആകുമ്പോൾ വിയൂട്ടൻ എണീറ്റാൽ പോലും ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ചേരം ഇങ്ങനെ കണ്ണു തുറന്ന് കിടന്നാലും അത് കഴിഞ്ഞിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല പോസിറ്റീവ് തോട്ട്സോടുകൂടി എണീക്കുക. അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലൈഫിൽ വാവയും കൂടെ വന്നതുകൊണ്ട് നമുക്ക് സമയം പോണത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കും സ്പീഡിലാണ് ഒരു ദിവസം തീരുന്നത്. ഈ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തുമില്ല. അപ്പോൾ മാക്സിമം ഉള്ള ടൈം എൻജോയ് ചെയ്യാൻ നോക്കുക. കാര്യം കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്നാണ് വലുതായി പോകുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു സ്റ്റേജ് ഒരിക്കലും കിട്ടത്തില്ല. വിയൂട്ടൻ ഇനി ഒരു 1 hour കിടന്നുറങ്ങും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം ഒതുക്കാനായിട്ട് പറ്റും. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് കുക്കിങ്ങിൻ്റെ പരിപാടികളെല്ലാം മാക്സിമം അമ്മ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ഹെൽപ്പുണ്ട്. ഹസ്ബൻഡിന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ചോറ് കറികൾ കാര്യങ്ങളൊക്കെ തലേന്ന് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അതപ്പോൾ രാവിലെ എടുത്ത് വെച്ചിട്ട് നേരെ കൊടുത്തു വിടും. പുള്ളിക്കാരൻ അത് ഓഫീസിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഓവനിൽ ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. ശരിക്കും ഒരു വാവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുമെന്ന് പറയുമ്പോൾ പണ്ടൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുന്നത്. ലൈഫ് മാറും, നല്ല രീതിയിൽ മാറും. അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ വിയൂട്ടൻ ഉറങ്ങുന്ന ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോകുന്നതും. ഇപ്പം കുഞ്ഞ് നല്ല ഉറക്കമാണ്. അവനൊരു 6-6:30 ഒക്കെ ആയപ്പോൾ എണീറ്റായിരുന്നു. എന്നിട്ട് ഞാൻ ഫീഡ് ചെയ്തിട്ട് കിടത്തിയതാണ്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ പോവും. അപ്പോൾ 7:30 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകും കേട്ടോ വരുമ്പോഴേക്കും. അപ്പോഴേ പിന്നെ ഇവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവധിയുള്ള ദിവസങ്ങളിൽ കൂടുതലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഇവൻ. കാര്യം പുള്ളിക്കാരന് ആ ഒരു ടൈമിലല്ലേ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാവിലെ എന്നിട്ട് ചായ കുടിക്കണം. അപ്പോഴാണ് ശരിക്കും ഒരു ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അമ്മയുള്ളത് കൊണ്ട് തന്നെ അമ്മ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവും പഴവും പപ്പടവും. അപ്പോൾ വാവ എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് വാവയായിട്ടിരുന്ന് ചായ കുടിക്കാം. ഒരു കുഞ്ഞു വീട്ടിലുള്ളപ്പോൾ നമ്മുടെ സമയം എങ്ങനെയാണ് പോകുന്നതെന്ന് തന്നെ നമുക്കറിയത്തില്ല. അത്രയും പെട്ടെന്നാണ് ഒരു ദിവസം തീർന്നു പോകുന്നത്. വാവ കരയുമ്പോൾ എപ്പോഴും ഞാനൊന്ന് ജസ്റ്റ് എടുത്തോണ്ട് നടന്ന് അവനെ ഒന്ന് കാമാക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങി. ഞാനും അമ്മയും കൂടെ രാവിലെ എപ്പോഴും ഇതുപോലെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളിലോട്ടൊക്കെ കിടക്കുന്നത്. എന്തോ ഒരു പ്രത്യേക പീസ് ഓഫ് മൈൻഡാണ് ഇതുപോലെ ബാൽക്കണിയിലിരുന്ന് ചായയൊക്കെ ഒന്ന് കുടിച്ച് ഇരിക്കുന്നത്. കാര്യം നമുക്കറിയാലോ, ഫ്ലാറ്റിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ചെറിയ ചെറിയ സന്തോഷം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു മീ ടൈമാണ്. മോർണിംഗ് ഇതുപോലെ ഞാനും അമ്മയും കൂടെ വന്ന്, സാധാരണ ഞാനും അമ്മയും കൂടെ ഇരുന്ന് ചായ കുടിക്കും. ആ സമയത്ത് ഇവൻ എണീറ്റിട്ടുണ്ടാവത്തില്ല. ഇതിപ്പം എണീറ്റ് നേരത്തെ
അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ ചായയും കുടിച്ച് ഇതുപോലെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കും. അപ്പൊ കുഞ്ഞും കാണും കയ്യില്, ചിലപ്പോ കാണും, ചിലപ്പോ അവൻ ഉറങ്ങുമായിരിക്കും. അപ്പൊ അങ്ങനെ ചിരിക്കണേ ചിരിക്കണേ എങ്ങനെയാണ് എങ്ങനെയാണ് ചിരിക്കണേ കുഞ്ഞാവേ ഇത് എന്തൊരു കളിയൊക്കെയാണ് ചക്കര ചക്കര വേവേ എവിടെ ചക്കരന്നെവിടെ അല്ലേ ഒന്നെങ്കിൽ ഇതുപോലെ കുഞ്ഞ് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ അമ്മയും ഞാനും കൂടെ അവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ അമ്മയുള്ളത് കൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ അവനെ കൊടുത്തിട്ട് ഞാൻ പമ്പ് ചെയ്യാനായിട്ട് നോക്കും. മോർണിംഗിൽ പമ്പ് ചെയ്യുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും മിൽക്ക്. എന്നിട്ട് അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ഒരു റുട്ടീനായിട്ട് പോകുന്നത്. വ്യൂട്ടിന് ഇപ്പോൾ ഒരു 2.5 months ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 months ആവാൻ പോകുന്നു. രാവിലെ പമ്പ് ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടും. അതായത് 2 കുപ്പി നിറച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പാല് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഞാൻ ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് മറ്റേത് ഞാൻ അവനെ ഇപ്പൊ ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കും. കാര്യം ഓൾറെഡി പമ്പ് ചെയ്തത് കൊണ്ട് തന്നെ പാല് പിന്നെ കുറവായിരിക്കുമല്ലോ. അപ്പം അവന് ആ ഒരു ഫുൾ ബോട്ടിൽ കൊടുക്കും. എന്നിട്ട് മറ്റേ ബോട്ടിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയും ചെയ്യും. അത് നാളെ ഇതേ സമയത്ത് അവന് കൊടുക്കാനായിട്ട് യൂസ് ആകും. അപ്പോൾ ഒരു എക്സ്ട്രാ ബോട്ടിൽ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയും ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകേണ്ട കേസിലോ ഒക്കെ നമുക്ക് അത് എടുത്തോണ്ടങ്ങ് പോകാനും പറ്റും. ബാക്കിയുള്ള ടൈമിൽ മാക്സിമം ഞാൻ ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യാറാണ് നോക്കാറ്. ടയർഡായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക്സ് കൂടുതലായിട്ടുള്ള ടൈമിൽ ഫീഡ് ചെയ്തതിന് ശേഷം കുറച്ച് പമ്പ് ചെയ്ത് വെക്കും. അപ്പോൾ കുറച്ച് കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാലും അതൊരു 2 തവണ ചെയ്യുമ്പോഴേക്കും അവന് ഒരു നേരത്തേക്ക് കുടിക്കാനുള്ള പാല് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു 6 to 7 times ഫീഡാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഈ പമ്പിങ് സ്കെഡ്യൂള് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും. പക്ഷെ കൂടുതലും കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെ തന്നെയാണ്. രാവിലെ പമ്പ് ചെയ്യുന്നതാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ബാക്കി സമയങ്ങളിൽ കൂടുതലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫുള്ളറായിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും ഞാൻ പമ്പ് ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് മോസ്റ്റ് കോമൺലി ഉള്ളൊരു റുട്ടീൻ. പിന്നെ പുറത്തോട്ടൊക്കെ പോകേണ്ട കേസിലാണ് ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഞാൻ പമ്പുമായിട്ടാണ് പുറത്തോട്ട് പോവാറ്. അപ്പം പുറത്തോട്ടൊക്കെ പോകുമ്പോഴേക്കും ഞാൻ വ്യൂട്ടിനെ ഫസ്റ്റ് ഫീഡ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലിരിക്കുന്ന ബ്രസ്റ്റ് മിൽക്കുമായിട്ടാണ് ഞാൻ പുറത്തോട്ട് പോവാറ്. അപ്പോൾ ഓൾറെഡി ഫീഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവനൊരു 2 to 3 hours പിന്നെ വിശക്കാതെ അങ്ങ് ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലോട്ട് വരികയും ചെയ്യും. അത് അവന് കൊടുക്കുകയും ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരേണ്ട ടൈം ആകുകയും ചെയ്യും. അഥവാ ഒത്തിരി നേരം രാവിലെ പോയിട്ട് നൈറ്റൊക്കെ വരുന്ന രീതിയിലുള്ള ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ പോവുകയാണെങ്കിൽ ബ്രസ്റ്റ് പമ്പും കൂടെ കൂട്ടത്തിലെടുക്കും. അപ്പം ഫ്രഷ് ആയിട്ട് തന്നെ പമ്പ് ചെയ്ത് കൊടുക്കാമല്ലോ. ഒന്നെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ് ചെയ്യും. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ പബ്ലിക് സ്പേസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഞാൻ പമ്പ് ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ്. ഡയറക്റ്റ് ഫീഡ് ചെയ്യുവാണെങ്കിൽ കാറിലിരുന്ന് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. സോ ഇതൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ലോങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫീഡിംഗ് ബോട്ടിലിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ. ഹലോ, എന്തുവാ ഇവിടെ പരിപാടി? എന്തുവാ ഇവിടെ പരിപാടി? അവിടെ ഷീറ്റ് വിരിച്ചിട്ടിട്ട് നീ ഇവിടെയാണോ കിടക്കണ? ഇവിടെ ഷീറ്റ്. അങ്ങനെ പമ്പ് ചെയ്ത് ഫീഡൊക്കെ ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛനും ചേട്ടനും കൂടെ വീഡിയോ കോൾ വരുന്നത്. വാവേനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കുറെയൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും. വരുവാ, ഓടി ഓടി വരുവാ, ഓടി വരുവാ, കളിച്ചാൻ പോവാന്ന് പറയാവാ. പിന്നെ ഞാൻ പാല് ചൂടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ഞാൻ മേടിച്ച ലവ്ലാപ്പിൻ്റെ ഒരു വാമറാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് ചൂടാക്കി നമുക്ക് ബോഡി ടെമ്പറേച്ചറിലോട്ടാക്കി തരും. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ പാവക്കുട്ടനായിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നിട്ട് അവനെ ഉറക്കും കേട്ടോ. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് മിക്കപ്പോഴും ഞാൻ അവനങ്ങനെ ഉറക്കിയാണ് ശീലിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കളിച്ച് കഴിയുമ്പോഴേക്കും അവനും ഒരു സ്ലീപ്പി മോഡിലോട്ട് പോകും. ചില ദിവസങ്ങളിൽ ഞാൻ ഫീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെ കുളിപ്പിച്ചിട്ടേ ഫീഡ് ചെയ്യാറുള്ളൂ. അത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. അവൻ നല്ല സ്ലീപ്പി മൂഡാണെങ്കിൽ ഞാൻ അവനെ കുളിപ്പിക്കാറില്ല കേട്ടോ. അവൻ ഉറക്കി അവൻ എണീറ്റതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിപ്പിക്കുന്നത്. ആ സമയം നല്ല കളിച്ചിരിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ അവനെ കുളിപ്പിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പകൽ ഞാൻ അവനെ ബാസിനെറ്റിലാണ് കിടത്തുന്നത്, രാത്രിയിലാണ് എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കിടത്തുന്നത്. ബാസിനെറ്റ് കിടത്തുമ്പോൾ അവൻ അധിക നേരം അങ്ങനെ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാറുമില്ല. ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hour ഒക്കെ ഉറങ്ങത്തുള്ളൂ.
അപ്പോൾ പകലധികം ഉറങ്ങത്തുമില്ല, രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്യും. അതുപോലെ നമ്മൾ കുഞ്ഞിന് ചെറിയൊരു ഡയപ്പർ സ്റ്റേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി കുഞ്ഞിന് നടുവേദന ഒന്നും എടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഡയപ്പർ സ്റ്റേഷൻ. അപ്പോൾ ഈ ഡയപ്പർ സ്റ്റേഷനിൽ നമ്മൾ മെയിനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഗാർബേജ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഡയപ്പറൊക്കെ അതിലായിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ ഇതിൽ തന്നെ സൈഡിലിങ്ങനെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറേജിൽ നമുക്ക് ഡയപ്പർ ഇതുപോലെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവൻ്റെ താഴെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രൈ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ടിഷ്യൂ റോള് നമ്മൾ കിടത്തിയിട്ട് ഇവിടെയാണ് കിടത്തുന്നത്. ഇവിടെ തലയണ മതി. ഇപ്പോൾ പാലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഡയപ്പർ മാറ്റുന്നതെങ്കിൽ ഒത്തിരി തല ഇച്ചിരി ഒന്ന് ഹൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പില്ലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും ഇവിടെ കിടത്തിയിട്ടാണ് നമ്മൾ ഡയപ്പറൊക്കെ മാറ്റുന്നത്. അവനും കംഫർട്ടാണ്. കുഞ്ഞുറങ്ങുന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ അത്യാവശ്യം വർക്കുകളൊക്കെ തീർക്കുന്നത്. സോ എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് തീർക്കണം. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ എണീക്കുവാണെങ്കിൽ അവനെ ഫീഡ് ചെയ്യും, വീണ്ടും കിടത്തും. ഇത് തന്നെ. പിന്നെ ഇനി ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കിടക്കാൻ ചാൻസ് ഇല്ല. ഇനി എണീറ്റ് കഴിഞ്ഞാൽ അവൻ കുറച്ചൊന്ന് കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ടമ്മി ടൈം കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. അവൻ നല്ല സ്ലീപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ടമ്മി ടൈം ഒന്നും കൊടുക്കത്തില്ല. അവൻ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ ടമ്മി ടൈമൊക്കെ കൊടുത്ത് അവനെ ഒന്ന് കളിപ്പിച്ചിട്ടേക്ക് പിന്നെ കിടത്താറുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വർക്കുണ്ട്, അതൊന്ന് തീർത്തിട്ട് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. ഇനി ഈ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും വാവക്കുട്ടനെ ഡയപ്പറൊക്കെ മാറ്റി ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി കുറച്ച് നേരം കളിപ്പിച്ച് ഫീഡൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഉറക്കുന്നത്. കുളിക്കുന്നതിന് മുമ്പേ തന്നെ ആശാൻ എണീറ്റിരിക്കുവാണ്. ഇനി ഒരേ ഒരു രക്ഷയുള്ള അമ്മേനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് കുളിക്കാൻ പോവുക. കാര്യം ഇത്ര ഉറങ്ങിയത് കൊണ്ട് ഇനിയിപ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കം വരത്തില്ല. ആ ഒരു സ്ലീപ്പി മോഡൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്നു. ഇനി വാവക്കുട്ടൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റണം. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് ഡയപ്പർ മാറ്റുമ്പോൾ എപ്പോഴും അവനൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും കുളിക്കാൻ ആശാന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ പമ്പ് ചെയ്ത് വെച്ച പാലാണ് കേട്ടോ ഇപ്പോൾ ഇവന് കൊടുക്കുന്നത്. അത് 2 കുപ്പിയിലാക്കി വെച്ചായിരുന്നല്ലോ, അത് ഒരെണ്ണം ഞാനിപ്പോൾ കൊടുത്ത്. കാര്യം നേരത്തെ പമ്പ് ചെയ്തുകൊണ്ട് അധികം സമയമായിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിത് കൊടുത്തത്. അപ്പോൾ ഡയറക്റ്റ് ഫീഡ് ചെയ്ത് ചിലപ്പോൾ അവനൊന്നും കിട്ടത്തില്ല. സാധാരണ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ രാവിലെ തന്നെ കുളിപ്പിക്കാറാണ് പതിവ്. അതായത് രാവിലത്തെ ആ ഒരു ഫീഡുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവനെ കുളിപ്പിച്ചിട്ടാണ് പിന്നെ കിടത്താറ്. അപ്പം ഇന്ന് ആശാൻ ഇച്ചിരി സ്ലീപ്പിയാണ്. അപ്പം നല്ല ഇങ്ങനെ ഉറക്കപ്പിച്ചിലിരിക്കുമ്പോൾ ഞാൻ കുളിപ്പിക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഫീഡ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ എണീക്കുമ്പോഴേക്കും ഒന്ന് ഫ്രഷാക്കി കുളിപ്പിച്ചിട്ട് ഡയറക്റ്റ് ഫീഡ് ചെയ്തിട്ട് അങ്ങ് ഉറക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഡയറക്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം അതവന് കുറച്ച് സൂതിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഉറക്കം മിക്കവാറും ഒരു 1 hour പോകത്തില്ല, മിക്കവാറും പെട്ടെന്ന് എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനെ അങ്ങ് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ വ്യൂട്ടിൽ നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് തരുന്നുണ്ട്, അതുപോലെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ നേരം അവൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റും. അവനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ് അതൊക്കെ. ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റെറിലൈസർ. ഇത് പക്ഷേ അറ്റ് എ ടൈം ഒരു ബോട്ടിലേ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബ്രസ്റ്റ് പമ്പും ഞാൻ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെറിലൈസറിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് കുളിച്ചാം. അങ്ങനെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് വ്യൂട്ടിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഡ്രസ്സുകളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു കബോർഡ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സമയതയിൽ പ്രസവരക്ഷയ്ക്ക് പോയപ്പോൾ കിട്ടിയതാണ് ഈ ബേബി സൂതനിങ് ഓയിലും അതുപോലെ തന്നെ ഹെയർ ഓയിലും. ഇത് രണ്ടുമാണ് കുഞ്ഞിനെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് തീരുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് വെർജിൻ ഓയിലായിരുന്നു. ഈ സമയത്ത് പോകുന്നതിന് മുന്നേയും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോക്കനട്ട് വെർജിൻ ഓയിലായിരുന്നു കേട്ടോ ഞാൻ കുളിപ്പിക്കാനായിട്ട്. അല്ലേടാ. പിന്നെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് അവീനോടെ ബോഡി വാഷാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്.
എപ്പോഴും ഫീഡ് ചെയ്യുന്ന സമയത്താണ് ഇവൻ്റെ നെയിൽ കട്ട് ചെയ്യുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യാറില്ല. ഞാൻ ഈ നെയിൽ കട്ടറിനെ പറ്റിയും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നോക്കിയാൽ മതി നിങ്ങൾ. കാര്യം നല്ല യൂസ്ഫുൾ ആണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വെച്ച് കുഞ്ഞിൻ്റെ നെയിൽ കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവരും കംഫർട്ടബിൾ ആണ്. ഈ ഒരു നെയിൽ കട്ടർ കൊണ്ട് മുറിവൊന്നും ഉണ്ടാവത്തില്ല. മാത്രമല്ല നെയിൽസ് നല്ല പ്രോപ്പറായിട്ട് തന്നെ ഒന്നിടം വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നേ ഉള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ നെയില് വളർന്നു വരും. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും, അതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നെയിൽ കട്ടറാണിത്. കാര്യം ഇവരുടെ സ്കിന്നുമായിട്ട് ഈ ഒരു നെയിൽ കട്ടർ കോണ്ടാക്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നിൽക്കും. വിയുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫീഡൊക്കെ ചെയ്ത് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കിടത്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. ഇന്ന് ലഞ്ചിന് നല്ല പാലക്കാടൻ മട്ട റൈസും മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ വരാല് കറിയുമാണ് കേട്ടോ. ഇപ്പൊ അമ്മ ഉള്ളത് കൊണ്ട് ഇവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്ന ഗ്യാപ്പിൽ അമ്മ കുക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ലഞ്ചൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ അമ്മ പോയി കഴിഞ്ഞാൽ എല്ലാ സ്കെഡ്യൂളും തെറ്റും എന്നുള്ളതും എനിക്കറിയാം. കാര്യം ഞാൻ തന്നെ കുക്ക് ചെയ്യണം, ഞാൻ തന്നെ അവന്റെ കാര്യങ്ങൾ നോക്കണം. അതനുസരിച്ച് കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്തായാലും ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല, എല്ലാം പോകെ അങ്ങ് ആലോചിക്കാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴേക്കും നമ്മളെല്ലാം അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പൊക്കോളും. അതുപോലെ തന്നെ ഡെയിലി ഞാൻ വ്യൂട്ടന് ടമ്മി ടൈം കൊടുക്കാറുണ്ട് കേട്ടോ. ടമ്മി ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക്. നെക്ക് മസിൽസും ബാക്കും ഒക്കെ സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട്. ഇവർക്ക് കൂടുതലും ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതുപോലെ ടമ്മി ടൈം കൊടുത്തിട്ട് കുഞ്ഞിന് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ്സ് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയും അത് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം കുഞ്ഞിന് ഐ ട്രാക്ക് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തല പൊക്കാനും നല്ല രീതിയിൽ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പയ്യെ ഡെയിലി അത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് നന്നായിട്ട് തന്നെ തല പൊക്കും കേട്ടോ. പിന്നെ അത് കമഴ്ന്ന് വീഴാനുള്ള ഒരു പ്രാക്ടീസും കൂടിയാണ്. അപ്പൊ അതൊരു ഡെയിലി ഒരു 10 മിനിറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. ഇതുപോലെ ടമ്മി ടൈം ഡെയിലി ഞാൻ കൊടുക്കാറുണ്ട്. ആക്ച്വലി ടമ്മി ടൈം കഴിയുമ്പോൾ തന്നെ വ്യൂട്ടൻ അങ്ങ് ക്ഷീണിക്കും. പിന്നെ ഉറക്കാനും ഇച്ചിരി എളുപ്പമാണ്. കുറച്ചു നേരം എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ ആശാൻ ഉറക്കം വരും. പിന്നെ പെട്ടെന്ന് അങ്ങ് ഉറക്കാനും പറ്റും. വാവ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അവൻ എണീക്കാൻ കുറച്ച് സമയം എടുക്കും. എപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഉറക്കം ഇച്ചിരി കൂടുതൽ ഞാൻ ഉറങ്ങാറുണ്ട് സാധാരണ. അപ്പം ഇനിയിപ്പോൾ അവൻ കുറച്ച് സമയം എടുത്തിട്ട് എണീക്കത്തുള്ളൂ. അപ്പം ആ സമയത്ത് വേണം എനിക്ക് ബാക്കി വർക്കുകളും പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട്. അമ്മ ഹെൽപ്പിനുള്ളത് കൊണ്ട് കുഴപ്പമില്ല, മാനേജബിളാണ്. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് വർക്കൊക്കെ ഉള്ളത് തീർത്തും വെച്ചിട്ട് കുറച്ച് നേരമെങ്കിലും ഒന്ന് കണ്ണടച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. അവനിപ്പം നല്ല ഉറക്കമാണ്. ഞാൻ ഒരു അരമണിക്കൂർ കിടന്നു. അപ്പം എന്തായാലും അമ്മയ്ക്കും എനിക്കും കൂടെ ഒരു ചായ ഉണ്ടാക്കാൻ സമയം കൊണ്ട് ഇനി ഇവനെ എണീക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വർക്ക് കൂടെ തീർക്കാനുണ്ട്. അതും തീർത്ത് ചായയും കുടിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരിക്കാം. നമ്മളപ്പോൾ തുണിയൊക്കെ വിരിച്ച് അലക്കിയിട്ടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഒരു സൈഡിലോട്ട് നല്ല വെയിലാണ്. പുറത്ത് തുണിയൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് എടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും വ്യൂട്ടൻ എണീക്കും. പിന്നെ അവനെയും കൊണ്ടൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങണം. എല്ലാ ദിവസവും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാറില്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇറങ്ങാറുണ്ട്. ഈവനിങ് ടൈമിൽ ഇടയ്ക്ക് ഇതുപോലെ കുഞ്ഞുമായിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങും. അവൻ വഴക്കൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ പയ്യെ ഇതുപോലെ ഇങ്ങനെ നടക്കും. കുഞ്ഞുങ്ങളും കാഴ്ചയൊക്കെ കണ്ട് വളരണ്ടേ. ഇവിടെ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇവനിപ്പോൾ ഇച്ചിരി വലുതായാലും നമുക്കിവിടെ സോഷ്യലൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. കുഞ്ഞുങ്ങളിൽ ഒത്തിരി പേര് ഇവിടെ കളിക്കാനും കമ്മ്യൂണിറ്റിയിൽ തന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റ് ടൂറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഈ പാർട്ടി ഹോളിനെ പറ്റിയും അതുപോലെ തന്നെ ജിമ്മിന്റെ ഇതും പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് ഈ ഒരു കമ്മ്യൂണിറ്റി എൻ്റയർ കമ്മ്യൂണിറ്റി ഞാൻ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക. ഈ ഒരു സ്ഥലത്ത് നമ്മൾ താമസം മാറിയതിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശം ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഓർത്തിട്ടാണ് കേട്ടോ. നല്ല രസമാണ്. ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം, ഇപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് എപ്പോഴും. പുറത്തുനിന്ന് അങ്ങനെ അറിയാൻ പാടാത്ത ആളുകളെ ഒന്നും കടത്തി വിടത്തില്ല. അതുപോലെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒത്തിരി ആളുകളെ കണ്ട് വളരും.
ഫ്ലാറ്റുകളിലുള്ള ജീവിതം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് ഭയങ്കര മിനിമൽ ഇൻറ്ററാക്ഷൻ ആണല്ലോ ഉള്ളത്. നമ്മൾ വീട്ടുകാരെ തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ മാത്രമായിരിക്കും കുഞ്ഞ് കാണുന്നത്. പിന്നെ ഹസ്ബൻഡ് വരുന്ന ടൈമിൽ പുള്ളിക്കാരനുമായിട്ടും ടൈം സ്പെൻഡ് ചെയ്യും. സോ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും കുഞ്ഞ് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പം ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ ഉള്ളപ്പം കുഞ്ഞിനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ കളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്ററാക്റ്റീവ് ആകും കുഞ്ഞുങ്ങൾ. സോ ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ മാറി എബ്രോഡ് നിൽക്കുന്നവർ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ട് നമുക്ക് ഒരു വൈബൊക്കെ കിട്ടുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഉള്ള ഫ്ലാറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. സോ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഫ്ലാറ്റുകൾ, കമ്മ്യൂണിറ്റീസ് ഉള്ള നല്ല പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഫ്ലാറ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കറങ്ങി വ്യൂട്ടന് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലോട്ട് എത്തി. ഇനി വ്യൂട്ടന് ഒരാളെ കാത്തിരിക്കുവാണ്. വ്യൂട്ടൻ്റെ അച്ഛൻ വരാനായിട്ട് ടൈമായിട്ടുണ്ട്. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് പുള്ളിക്കാരൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം പുള്ളിയുടെ കയ്യിലായിരിക്കും കേട്ടോ കുഞ്ഞു ആവാം. കാര്യം കുറച്ച് ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. ഈ ഒരു ടൈം തൊട്ട് വ്യൂട്ടനെ നമ്മൾ ഉറക്കാറില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്ത് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ലൈറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിലോട്ട് ഇറക്കും. അപ്പം ഇവനിങ്ങനെ ലൈറ്റൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഡിന്നർ ഇന്ന് പുട്ടാണ് കേട്ടോ. ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആളുടെ കയ്യിലായിരിക്കും കുഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഉറക്കാനുള്ളൊരു പാടാണ്. കാര്യം പെട്ടെന്നൊന്നും ആശാൻ ഉറങ്ങത്തില്ല. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഉറങ്ങി കിട്ടാനായിട്ട്. ഇത്തരം വ്ളോഗ്സൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു രസം എന്താണെന്നറിയോ? കുറേ വർഷങ്ങൾക്ക് ശേഷം വ്യൂട്ടൻ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ, അതുപോലെ നമ്മളാണെങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വാല്യൂ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഉറയും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തുകൊണ്ട് കിടത്തും കേട്ടോ. പിന്നെ കുറച്ച് നേരം മുഖത്തോട്ടൊക്കെ നോക്കിയിരുന്ന് പയ്യെ അങ്ങ് ഉറങ്ങിപ്പൊക്കോളും. അവനൊന്ന് തട്ടിക്കൊടുത്താൽ മതി, അവനങ്ങ് ഉറങ്ങിപ്പൊക്കോളും. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവനെ ഒന്ന് ഫുള്ളായിട്ട് ഫീഡ് ചെയ്യാറുണ്ട്. വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പൊക്കോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 3:30-4 മണി വെളുപ്പിന് വരെ അങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഫീഡ് ചെയ്തിട്ട് ഞാൻ പിന്നെയും കിടത്തി ഉറക്കും. നൈറ്റ് ടൈമിൽ പിന്നെ അവനെ എടുത്തുകൊണ്ട് നടത്തി ഉറക്കേണ്ട ആവശ്യം വരാറില്ല. കട്ടിലിൽ തന്നെ കിടന്നങ്ങനെ ഉറങ്ങിക്കോളൂ. അങ്ങനെ ഫീഡ് ചെയ്യും, പിന്നെയും ഉറക്കും. പിന്നെ ഞാൻ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഒരു 6-6:30 ഒക്കെ ആകുമ്പം വ്യൂട്ടൻ വീണ്ടും എണീക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീൻ വീണ്ടും അവിടെ തുടങ്ങും.
അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഡേ പോകുന്നത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.